ദുരന്തമാകുമായിരുന്നു എന്ന് കെ മുരളീധരൻ പറഞ്ഞത്. യു ഡി എഫിന് എന്താണ് ഇത്? യു ഡി എഫ് ഇത് 20,000 കടന്നേനെ. അങ്ങനെയാണെങ്കിൽ സതീശൻ ഭയപ്പെട്ട മറ്റൊന്നുമല്ല. ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് അൻവർ അടിച്ചുകൊണ്ട് പോയനെ. അൻവർ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അൻവറിനോട് ഫൈറ്റ് ചെയ്ത് ചെറിയ ഭൂരിപക്ഷത്തിലായാലും ജയിച്ചു സതീശൻ നടിക്കാം, യാതൊരു സംശയമില്ല. 15,000 കടന്നിരിക്കുന്നു അപർണ. ഇപ്പോൾ 4 റൗണ്ട് കഴിഞ്ഞപ്പോൾ യു ഡി എഫിന്റെ വോട്ടെണ്ണം അത് ചെറിയ കണക്കല്ല. അത് ഒരുപക്ഷെ 13,000-13,000-ഓളം വോട്ടുകൾ കഴിഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു 2265. നോക്ക് രഞ്ജിത്ത്, യു ഡി എഫ് തന്നെയാണ് വിജയത്തിലേക്ക് പോകുന്നത്, തന്നെയാണ് ഒരു ട്രെൻഡ്. പക്ഷേ ഭൂരിപക്ഷം കുറയും. ഈ വലിയ വലിയ അവകാശവാദം ആകില്ല, ഭൂരിപക്ഷം കുറയുന്നല്ല. അവർ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തിലേക്ക് വന്നില്ല. കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ സമയത്തൊക്കെ LDF മുന്നേറ്റം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ വഴിക്കടവ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ പറഞ്ഞ പോലെ അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ മുന്നോട്ട് പോയി എന്ന് പറയാം. അൻവറിന് ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ സ്വാധീന മേഖലകളിൽ അതത് രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് അൻവർ ചോർത്തി എന്നതാണ് ആദ്യ റൗണ്ടിൽ പ്രകടമായത്. അതായത് അത് യു ഡി എഫിനാണ് നഷ്ടമുണ്ടാക്കിയത്. യു ഡി എഫിന്റെ സ്വാധീന മേഖലകളായിരുന്നു വഴിക്കടവും മൂത്തേടവും എല്ലാം. അതാണ് സംഭവം. പക്ഷേ ഇനി വരാനിരിക്കുന്ന അമരമ്പലത്തും ഒപ്പം നഗരസഭയായും കരുളായും ഒക്കെ അവിടെ ഇടതുപക്ഷത്തിന് സ്വാഭാവിക രാഷ്ട്രീയ വോട്ടുള്ള ഇടമാണ്. അവിടെ നഷ്ടപ്പെടുന്നത് ഇടതുപക്ഷത്തിനാണ് എന്ന മറ്റൊരു ചിത്രം ഉണ്ടായെങ്കിൽ ഇരുപക്ഷത്തു നിന്നും അൻവർ ചോർത്തി എന്ന് പറയാം. അതായത് അത്തരം ഒരു നിരീക്ഷണം അൻവർ ചോർത്തുന്ന വോട്ടുകൾ യു ഡി എഫിന്റേത് മാത്രമാണോ എന്നത് ഇപ്പോഴത്തെ ഒരു ചിത്രമാണ്. വരുന്ന ഘട്ടങ്ങളിൽ അത് വഴിക്കടവിലും അൻവർ ചോർത്തിയത് പക്ഷേ യു ഡി എഫിന്റെ വോട്ട് മാത്രമായിരിക്കില്ല. അൻവർ LDF ന്റെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 5539 എന്ന കണക്കിലും 2200 സംതിങ് എന്നുള്ള അൻവർ ഈ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷത്തിലും എത്തില്ല. LDF-ന്റെയും UDF-ന്റെയും കേന്ദ്രങ്ങളിൽ ഒരുപോലെ വിള്ളുണ്ടാക്കിയിട്ടുണ്ട് അൻവർ. പോത്തുകല്ലിലൊക്കെ അത് അറിയും രഞ്ജിത്ത്. പോത്തുകല്ലിലൊക്കെ വലിയ വലിയ ലീഡ് ഉണ്ടായിരുന്നതാണ് LDF-ന്. അവിടെയൊക്കെ ലീഡ് കുറഞ്ഞാൽ, ആ റൗണ്ടിലൊക്കെ വരുമ്പോൾ പോത്തുകല്ലൊക്കെ ലീഡ് കുറഞ്ഞാൽ LDF-ന് അത് നാണക്കേടാണ്. അതൊക്കെ വരും. ഇപ്പോൾ ഈ UDF കിതയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ LDF-ന് തിരിച്ചടി എന്ന് നമ്മൾ തന്നെ പറയും. ആ സമയത്ത് പോത്തുകല്ലിലേക്ക് വരുമ്പോ തീർച്ചയായും 2265 എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ഭൂരിപക്ഷമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി തന്നെ അത് മാറുന്നുണ്ട്. ആദ്യ 4 റൗണ്ടിലെ ഫലസൂചനകളാണ്. 2376 ഷൗക്കത്ത് 2376 4-ാം റൗണ്ടിൽ പുരോഗമിക്കുന്നു. പൂർണ്ണമായ ചിത്രമല്ല. 2376 3 റൗണ്ടുകൾ പിന്നിട്ട് 4-ാം റൗണ്ടിലും 2376 പ്രതീക്ഷിത ഭൂരിപക്ഷമല്ല. പക്ഷേ UDF-ന് ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം പ്രതീക്ഷിത ഭൂരിപക്ഷം അല്ലെങ്കിലും അവിടെ UDF-ന് അനുകൂലമായൊരു ട്രെൻഡ് പൊതുവിൽ മണ്ഡലത്തിലുണ്ട് എന്ന വസ്തുതയാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന UDF-ന്റെ പ്രഖ്യാപനം തെറ്റായി പോകുമെന്ന സൂചനകൾ ഇതുവരെയില്ല. പക്ഷേ അവർ പ്രതീക്ഷിച്ച ഒരു വളർച്ചയിലേക്ക് വോട്ടിംഗ് ശതമാനത്തിൽ ഇതുവരെ ഉയർന്നിട്ടില്ല എന്നതാണ് ചിത്രം. മാത്രമല്ല അൻവർ അധിക വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തു. അവകാശപ്പെട്ട ഭൂരിപക്ഷം എത്താതെ UDF ഈ നിലമ്പൂർ പിടിച്ചടക്കുമെന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ. രഞ്ജിത്ത്, 1500-ന്റെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലല്ല, 3000 അവകാശപ്പെട്ടതിലുമല്ല, പക്ഷെ 2500 നിൽക്കും. അതായത് ആര്യാടൻ ഷൗക്കത്ത് ഒരു 10-15 എന്നുള്ള ഒരു ഭൂരിപക്ഷത്തിൽ നിന്നുകൊണ്ട് പക്ഷേ UDF സ്ഥാനാർത്ഥി തന്നെ ജയിക്കുന്ന ഘട്ടത്തിലേക്ക് പോകും. PV അൻവർ എഴുതി തള്ളിയ PV അൻവർ ഇഫക്റ്റ് വ്യക്തമായി വരുന്ന ഘട്ടം കൂടി ആദ്യത്തെ 4 റൗണ്ടുകളിൽ. ഇനി പല സ്ഥലങ്ങളിലും UDF വോട്ടുകൾ വീണത് അൻവറിന്റെ പെട്ടിയിലാണ്.